എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷംനാദ് അബ്ദുൾ റഹീം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു പാലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പടഹാരം ബ്രിഡ്ജിലാണ്. ഈ ഒരു പാലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ തകഴി, നെടുമുടി എന്നീ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഇതിൻ്റെ ഉദ്ഘാടനം ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. പമ്പയാറിന് കുറുകെയാണ് ഈ ഒരു പാലം നിലകൊള്ളുന്നത്. കരുവാറ്റ നെടുമുടി റോഡിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 63 കോടി രൂപയോളം ചെലവാക്കിയാണ് ഗവൺമെന്റ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ കൂടി വാഹനങ്ങളും താഴെ നടപ്പാതയും സജ്ജീകരിച്ചിരിക്കുന്നു. പിന്നെ വേറെ ഒരു കൗതുകകരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു പാലത്തിന്റെ ഓരോ വശത്തുമായി 4 വീതം വാച്ച് ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 8 വാച്ച് ടവറുകളാണ് ഈ ഒരു പാലത്തിനുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പരിസരത്തിന്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഈ ഒരു മിഡ് പോർഷനിലായിട്ടാണ് നടപ്പാത സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് പാലത്തിന്റെ 2 വശങ്ങളിലുമായി ക്രമീകരിച്ചിരിക്കുന്നു. മുകൾ ഭാഗത്തുകൂടി വാഹനങ്ങൾക്കും അതിന് തൊട്ട് താഴെയായുമാണ് നടപ്പാതകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒപ്പം വശക്കാഴ്ചകൾക്കായി വാച്ച് ടവറും നിർമ്മിച്ചിരിക്കുന്നു. ഒരു വശത്ത് 4 വീതമാണ് ഉള്ളത്. മൊത്തത്തിൽ 8 വാച്ച് ടവറുകളാണ് ഈ ഒരു പാലത്തിനുള്ളത്. ഈ ഒരു പാലം വന്നതോടുകൂടി അമ്പലപ്പുഴ തിരുവല്ല റോഡിലേക്കും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്കും പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാര്യം പണികൾ ഇപ്പോഴും പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ വശങ്ങളിലുള്ള അപ്രോച്ച് റോഡുകളുടെയൊക്കെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏപ്രിലിൽ തന്നെ ഇത് പൂർത്തിയാകുമെന്നും അതിനോട് അനുബന്ധിച്ച് തന്നെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിന്റെ വശങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. സായാഹ്നങ്ങളൊക്കെ ചെലവിടാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്ഥലം കൂടിയാണിത്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നടപ്പാത സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അതായത് പാലത്തിൻ്റെ താഴെ 2 വശങ്ങളിലുമായാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രഭാത സവാരി ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ സായാഹ്ന സവാരി ആണെങ്കിലും നമുക്ക് എല്ലാം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു
പടഹാരം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതിനാൽ ഉദ്ഘാടനത്തിനുള്ള തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്തുന്നതുവരെ ഷംനാദ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.